കഴിഞ്ഞ 8-10 കൊല്ലങ്ങൾക്കിടയിൽ കേരളത്തിൽ നടന്നത് നിരവധി കൂട്ടക്കൊലകളാണ്. അതിൽ നമ്മളെ ഏറെ ഞെട്ടിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന ചെറുപ്പക്കാരൻ ഉറ്റ ബന്ധുക്കളായ 5 പേരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയതാണ്. എന്നാൽ 41 വർഷങ്ങൾക്ക് മുൻപ് 1984 വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് വാകേരിയിൽ കൂട്ടക്കൊല നടന്നു. കൃത്യമായി പറഞ്ഞാൽ 1984 ജനുവരി 27 രാത്രിയായിരുന്നു നാടിനെ ഞെട്ടിച്ച ആ കൊടും ക്രൂരകൃത്യം നടന്നത്. കൊലയാളി വാകേരി ചിരട്ടമ്പത്ത് ബാലകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ. കൊല്ലപ്പെട്ടത് ബാലകൃഷ്ണൻ്റെ ഉറ്റ ബന്ധുക്കളായ 4 പേർ. പണിയമ്പത്ത് നാരായണൻ ചെട്ടി, ഭാര്യ ദേവകി, മക്കളായ ശ്രീധരൻ, ജയശ്രീ എന്നിവരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത്. 4 കൊലപാതകങ്ങളും നടന്നത് 5 മണിക്കൂറുകളുടെ ഇടവേളയിൽ. സമയം രാത്രി ഏകദേശം 10 മണിയോടടുക്കുന്നു. നാരായണൻ ചെട്ടിയുടെ വീടിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം. അയാൾ വന്ന് വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്നത് ബാലകൃഷ്ണനാണ്, നാരായണൻ ചെട്ടിയുടെ ഭാര്യ ദേവകിയുടെ ചേച്ചി അമ്മാളുവിൻ്റെ മകൻ. അടുത്ത ബന്ധുക്കളിൽ ഒരാൾക്ക് പെട്ടെന്ന് അസുഖം കൂടിയെന്ന് ബാലകൃഷ്ണൻ നാരായണൻ ചെട്ടിയോട് പറഞ്ഞു. അതുകൊണ്ട് നാരായണൻ ചെട്ടി കൂടെ വരണം. അതായിരുന്നു ബാലകൃഷ്ണൻ്റെ ആവശ്യം. നാരായണൻ ചെട്ടി പെട്ടെന്ന് തന്നെ വസ്ത്രം മാറി ബാലകൃഷ്ണനോടൊപ്പം ഇറങ്ങി. അന്ന് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. അതുകൊണ്ട് നടന്നു തന്നെ പോകേണ്ടി വരും. നാരായണൻ ചെട്ടി ബാലകൃഷ്ണനോടൊപ്പം നടന്നു. ഒരു വയലിൻ്റെ അരികിൽ കൂടിയാണ് അവർക്ക് പോകേണ്ടിയിരുന്നത്. നാരായണൻ ചെട്ടി മുന്നിലും ബാലകൃഷ്ണൻ പിന്നിലുമായി വയൽ വരമ്പിലൂടെ നടക്കുകയാണ്. പെട്ടെന്ന് പിന്നിൽ നിന്ന് ബാലകൃഷ്ണൻ ഒരു കയർ നാരായണൻ ചെട്ടിയുടെ കഴുത്തിലിട്ട് മുറുക്കി. കൂടുതലൊന്ന് പ്രതിരോധിക്കാൻ പോലും ചെട്ടിക്ക് കഴിഞ്ഞില്ല. അയാൾ വയലിലേക്ക് വീണു. കഴുത്തിൽ കയർ മുറുകി നാരായണൻ ചെട്ടി ശ്വാസം കിട്ടാതെ പിടഞ്ഞു. അപ്പോഴേക്കും ബാലകൃഷ്ണൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന വെട്ടുകത്തിയെടുത്ത് അയാളെ വെട്ടി. കുറച്ചുനേരം പിടഞ്ഞ ശേഷം നാരായണൻ ചെട്ടിയുടെ ശരീരം നിശ്ചലമായി. ബാലകൃഷ്ണൻ ചെട്ടിയുടെ ശരീരം വെട്ടിനുറുക്കി. പിന്നീട് ആ മൃതദേഹം വയലിൽ ഒളിപ്പിച്ചു വെച്ചു. അതിനുശേഷം അയാൾ വീട്ടിലെത്തി. ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന മട്ടിലായിരുന്നു അയാൾക്ക്. വീട്ടിലെത്തിയ ബാലകൃഷ്ണൻ ഭക്ഷണം കഴിച്ച് കുറച്ചുനേരം വിശ്രമിച്ചു. വീണ്ടും നാരായണൻ ചെട്ടിയുടെ വീട്ടിലെത്തിയ ബാലകൃഷ്ണൻ തൻ്റെ ചെറിയമ്മയും ചെട്ടിയുടെ ഭാര്യയുമായ ദേവകിയോടും പറഞ്ഞത് ബന്ധുവിന് അസുഖം വീണ്ടും കൂടി, നാരായണൻ ചെട്ടി അവിടെ ഇരിക്കുകയാണ്, ചെറിയമ്മയെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ പറഞ്ഞു എന്നാണ്. ഒന്നും സംശയിക്കാതെ ദേവകി ബാലകൃഷ്ണനോടൊപ്പം ഇറങ്ങി നടന്നു. വയലിനടുത്തെത്തിയപ്പോൾ അവരെയും നാരായണൻ ചെട്ടിയെ കൊലപ്പെടുത്തിയ അതേ രീതിയിൽ ബാലകൃഷ്ണൻ കൊലപ്പെടുത്തി. പിന്നീട് വീണ്ടും വീട്ടിലെത്തി. ആദ്യം ചെട്ടിയുടെ മകൻ ശ്രീധരനെയും പിന്നീട് മകൾ ജയശ്രീയെയും കൂട്ടിക്കൊണ്ടുപോയി സമാനമായ രീതിയിൽ കൊലപ്പെടുത്തി. അടുത്ത ബന്ധുവായതുകൊണ്ട് തന്നെ ബാലകൃഷ്ണനെക്കുറിച്ച് അവർക്കാർക്കും സംശയമുണ്ടായില്ല. അതുകൊണ്ടാണ് അയാൾ വന്നു വിളിച്ചപ്പോൾ മടിക്കാതെ അവർ അയാളോടൊപ്പം പോയതും. പുലർച്ചെ അയാൾ വീണ്ടും നാരായണൻ ചെട്ടിയുടെ വീട്ടിലെത്തി. 4 പേരെ കൊലപ്പെടുത്തിയതിൻ്റെ യാതൊരു ഭാവഭേദവും അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല. ആ രാത്രി മുഴുവൻ നാരായണൻ ചെട്ടിയുടെ ഇളയ മക്കളായ വാസന്തിയും 6 വയസ്സുകാരി ബിന്ദുവും തനിച്ചിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ വാസന്തി കുറച്ചപ്പുറത്തുള്ള നാരായണൻ ചെട്ടിയുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയി തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ടതോടെ അവർക്ക് സംശയമായി. അവരന്വേഷിച്ചപ്പോൾ അടുത്ത ബന്ധുക്കളിൽ ഒരാൾക്കും ഒരു അസുഖവും ഉണ്ടായിട്ടില്ലെന്നും ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെയുള്ള സംഭവമേ നടന്നിട്ടില്ല എന്നും മനസ്സിലായി. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് 4 പേരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. എന്തുകൊണ്ടായിരിക്കാം ബാലകൃഷ്ണൻ മനസാക്ഷി മരവിപ്പിക്കുന്ന ഈ ക്രൂരകൃത്യം ചെയ്തത്? കൊല്ലപ്പെട്ട നാരായണൻ ചെട്ടിയുടെ മകളായിരുന്നു 16-കാരിയായ വാസന്തി. യഥാർത്ഥത്തിൽ അവൾ ബാലകൃഷ്ണൻ്റെ സഹോദരിയാണ്. എന്നാൽ ബാലകൃഷ്ണൻ അവളെ അങ്ങനെ ആയിരുന്നില്ല കണ്ടത്. അയാൾക്ക് അവളോട് മറ്റൊരു തരത്തിലുള്ള താല്പര്യമായിരുന്നു. അവളെ വിവാഹം കഴിക്കാനായിരുന്നു ബാലകൃഷ്ണൻ്റെ മോഹം. ഇതൊക്കെ നടക്കുന്ന സമയത്ത് ബാലകൃഷ്ണൻ വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമായിരുന്നു എന്ന് മാത്രമല്ല, അയാളുടെ ഭാര്യ പൂർണ്ണ ഗർഭിണിയുമായിരുന്നു. നാരായണൻ ചെട്ടിയുടെ കുടുംബം അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരായിരുന്നു. വാസന്തിയെ വിവാഹം കഴിക്കുകയും അതുവഴി സ്വത്ത് കൈക്കലാക്കുകയുമായിരുന്നു ബാലകൃഷ്ണൻ്റെ ഉദ്ദേശം. ഒളിവിൽ പോയ ബാലകൃഷ്ണനെ അധികം താമസിയാതെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേണിച്ചിറ SI രാഘവൻ നമ്പ്യാരുടെ നേതൃത്വത്തിലായിരുന്നു കേസിന്റെ അന്വേഷണം. ബാലകൃഷ്ണൻ അതീവ അപകടകാരിയായ ഒരു കുറ്റവാളിയാണെന്നും ജന്മന അയാൾക്ക് കുറ്റവാസനയുണ്ടെന്നുമായിരുന്നു പോലീസിന്റെ ഭാഷ്യം. 4 വർഷം വിചാരണ നടന്നു. ആ വിചാരണയ്ക്കൊടുവിൽ വയനാട് ജില്ലാ സെഷൻസ് ജഡ്ജി MA നിസാർ ബാലകൃഷ്ണന് വധശിക്ഷ വിധിച്ചു.
കൂട്ടക്കൊലയ്ക്ക് വധശിക്ഷയും ബലാത്സംഗത്തിന് 10 വർഷം തടവും കവർച്ചയ്ക്കും തട്ടിക്കൊണ്ടുപോകലിനും 7 വർഷം തടവും ഭവനഭേദനത്തിന് 3 വർഷം തടവുമാണ് അയാൾക്ക് ശിക്ഷ വിധിച്ചത്. ബാലകൃഷ്ണൻ അപ്പീലുമായി സുപ്രീം കോടതിയിലെത്തിയെങ്കിലും തള്ളുകയാണ് ഉണ്ടായത്. രാഷ്ട്രപതിക്ക് മുന്നിൽ സമർപ്പിച്ച ദയാഹർജിക്കും ഫലമുണ്ടായില്ല. 1994 മാർച്ച് 16 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് ബാലകൃഷ്ണനെ തൂക്കിലേറ്റി. 17 വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന തൂക്കിക്കൊലയായിരുന്നു അത്. ജയിലിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ബാലകൃഷ്ണൻ യാതൊരു ഭാവഭേദവുമില്ലാതെയായിരുന്നു കൊലമരത്തിലേക്ക് നടന്നത്. അവസാനത്തെ രാത്രി അയാൾ ഉറങ്ങിയില്ല. ജയിലിന് പുറത്ത് കൊലമരം സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടത്തിൻ്റെ മതിലിനു പുറത്ത് പത്രലേഖകരും നാട്ടുകാരും തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. കൃത്യം നടത്തുമ്പോൾ 25 വയസ്സ് മാത്രമായിരുന്നു ബാലകൃഷ്ണൻ്റെ പ്രായം. തൂക്കിലേറ്റപ്പെടുമ്പോൾ 29 വയസ്സ്. ചെകുത്താൻ്റെ ജന്മമെന്നാണ് ബന്ധുക്കൾ അവനെ വിളിച്ചത്. തൂക്കിലേറ്റപ്പെട്ട ബാലകൃഷ്ണൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും ബന്ധുക്കൾ തയ്യാറായില്ല. അയാളുടെ മൃതദേഹം കണ്ണൂർ ജയിൽ വളപ്പിനുള്ളിൽ തന്നെ സംസ്കരിച്ചു. സംസ്കരിക്കുന്നതിനു മുൻപ് അയാളുടെ കണ്ണുകൾ ദാനം ചെയ്യാനായി എടുത്തുമാറ്റി. ഈ സംഭവം നടക്കുമ്പോഴുണ്ടായിരുന്ന പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ബാലകൃഷ്ണൻ ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്നാണ് അവർ ഇപ്പോഴും പറയുന്നത്.